നിങ്ങളോട് ഒരു കഥ പറയാം. എന്റെ കഥയുടെ പേരെന്തെന്നറിയാമോ? ആട്ടിടയന്റെ പ്രയാണം. ചരിത്രത്തിൽ എല്ലാ പ്രവാചകന്മാരും ആട്ടിടയന്മാരായിട്ടുണ്ട്. ആട്ടിൻ പറ്റത്തെ മേച്ചാണ് അവർ സമൂഹത്തെ സൽവയിലാക്കാൻ പരിശീലിച്ചത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആടുകളെ മേച്ചിട്ടുണ്ട്. ഇതാ മനോഹരമായ ഒരു ആട്ടിടയന്റെ സംഭവത്തിലേക്ക്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉറ്റ ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിലെ വലിയൊരു മലഞ്ചെരിവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വഴിയിൽ അല്പം അകലെ വലിയൊരു ആട്ടിൻകൂട്ടവും അവയെ മെക്കുന്ന ഒരു ആട്ടിടയനെയും അവർ കണ്ടു. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുക്കും വളരെ ദാഹമുണ്ടായിരുന്നു. ആട്ടിടയന്റെ അരികിലെത്തിയതും ഈ ആടുകളിൽ നിന്നും കുടിക്കാൻ അല്പം പാൽ നൽകുമോ എന്ന് ഇരുവരും ചോദിച്ചു. ഇല്ല, ഞാൻ വിശ്വസ്തനായ ഇടയനാണ്. എന്റെ യജമാന്റെ സമ്മതമില്ലാതെ ഈ ആടുകളിൽ നിന്നും കുടിക്കാൻ പാൽ നൽകാൻ എനിക്കാവില്ല. ഉഖബത്ത് ബിനു അബി മുഅദ്ദിന്റെ ആട്ടിൻകൂട്ടങ്ങളായിരുന്നു അത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൂട്ടത്തിൽ പ്രസവിക്കാത്തതോ കറവ് പറ്റിയതോ ആയ ആടുകളുണ്ടോ? ഉണ്ട്. ഇടയൻ കൂട്ടത്തിൽ നിന്നും ഒന്ന് രണ്ടാമത്തെ കാട്ടിക്കൊടുത്തു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതിൽ നിന്നും ഒരു ആടിനെ പിടിച്ചു. ശേഷം അല്ലാഹു തആലയുടെ നാമം മുറിവിട്ട് അതിന്റെ അകീഴിൽ തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതാ അത്ഭുതം, അത്യത്ഭുതം! പറ്റിക്കിടന്ന ആടിന്റെ ആടും മറ്റുള്ളതിനേക്കാൾ ഭംഗിയായി നിറഞ്ഞു നിൽക്കുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന പാത്രത്തിലേക്ക് ആ പാൽ കറന്നെടുത്തു. രണ്ടുപേരും മതിവരുവോളം കുടിക്കുകയും ബാക്കി ഇടയന് കുടിക്കാൻ നൽകുകയും ചെയ്തു. ഈ അത്യത്ഭുതം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഇടയന്റെ മനസ്സിലേക്ക് വാരി പുണർന്നപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ ഒരുവിധ ആ മനോഹരമായ വചനങ്ങൾ എനിക്കും ഒന്ന് പഠിപ്പിച്ചു തരുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ തല തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഈ അത്ഭുതം വൈകാതെ തന്നെ ആട്ടിടയനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തിച്ചു. കൂട്ടുകാരൻ, ആട്ടിൻപറ്റങ്ങളെ ഏറ്റവും നല്ല തോതിൽ മേച്ചു നോക്കി നടന്ന ആട്ടിടയനാരെന്നറിയണ്ടേ? അതെ, പിൻകാലത്ത് സഹാബിമാരിലെ പ്രമുഖ പണ്ഡിതൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ് വാഹകനും രഹസ്യ സുഷൂപകാരനും തുടങ്ങി ഒട്ടനവധി വിശേഷണങ്ങൾക്കുടമയായി തീർന്ന മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ട് സഹാബിയായി മാറിയ ആട്ടിടയന്റെ പ്രയാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.